LKG വെരി ഗുഡ്. എന്തെങ്കിലും പറഞ്ഞ് പഠിക്കുന്നില്ല, പഠിക്കുന്നുണ്ടല്ല. LKG ആരാ ക്ലാസ് ടീച്ചർ? ആരാണ്? എത്ര വർഷം കഴിച്ചിന്? ഇതെല്ലാം ചെയ്താൽ നല്ല പഠിപ്പുണ്ടാവും, വലിയ കുട്ടിയാവും. എല്ലാം വേണ്ടേ? എന്നാ നക്ഷത്ര ആദ്യയുടെ ഇഞ്ചി വരക്കാം. നിങ്ങൾ അപ്പുറത്ത് നിന്ന് മോൾക്ക് ഇത് ഇലയോട് കൂടി എടുത്തിട്ട് മോക്ക് കൊടുക്കണം. മോളത് വാങ്ങിക്കും. എൻ്റെ കാലുപൊക്ക കടയിലൊക്കെ നിങ്ങൾ തലയിൽ പെൻസിൽ അനുഗ്രഹിക്കണം. മോൾ വാങ്ങിച്ചു. മോള് കാല് കൊടുത്താൽ ഇത് മോക്ക് തലയിൽ ചൂടിച്ച് കൊടുക്കാം. ഇത് മുട്ടായി വാങ്ങിക്കാൻ കൊടുക്കാം. ഇത് കുറിപ്പിക്കാം. മോളിങ്ങനെ അമ്മേൻ്റെ അടുത്ത് അങ്ങ് പോയിട്ട് അടി ഇരുന്നോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കുമേ. ഇത് എടുത്തിട്ട് നമ്മളുടെ ഉപേക്ഷിക്കും. നിങ്ങൾ എല്ലാവരും തൽക്കാലം ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കോ, ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നോളൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തരണം. ഒറ്റ വാക്യം. ഈ സ്വർണ്ണ പ്രശ്നത്തിൽ ക്ഷണിക്കുന്ന ചടങ്ങാണിത്. അപ്പോൾ ആ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തരണം. മൂർത്തിത്വേ പരികൽപ്പിത ശതമൃതോവത്മാവുനർജന്മനാമാത്മേതി ആത്മവിതാം ക്രതുശ്ചേജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകഥായ ശ്രുതോ വാചമീകൃതത്വമേകീർണ ത്രൈലോക്യദീപോ ഗുരുഭ്യശ്ചമയാദുത്തോയമഞ്ജലി പ്രസന്നമനസസ്തേ മേ സത്യാം കുർവന്തു ഭാരതി, സത്യാം കുർവന്തു ഭാരതി. ധർമ്മദേയ ഗുരുജന സാന്നിധ്യ സപരിവാര സങ്കല്പമായുള്ള സകല ശുഭാശുഭഫലങ്ങളും തരുന്ന താമ്പൂലത്തിൽ കൂടിയും നിമിത്ത ലക്ഷണാദികളിൽ കൂടിയും സത്യമായും വ്യക്തമായും നവഗ്രഹേശ്വരന്മാരനുഗ്രഹിച്ച് സത്യമായി തന്നെ ഉദിപ്പിക്കണം ഗ്രഹേശ്വരന്മാരെ. ഭൂതേച വർത്തമാനേച സമയേച ഭവിഷ്യതി ശുഭാശുഭാനി യാന്യേതാന്യഖിലാന്യത യുഷ്മൽ പ്രസാദത സ്പഷ്ടം മമ ചിത്തേ സ്ഫുരന്തു മമ ചിത്തേ സ്ഫുരന്തു മമ ചിത്തേ സ്ഫുരന്തു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുശ്വര ഗുരുദേവോ സർവം തസ്മൈ ശ്രീ ഗുരവേ നമഃ. തന്നോളൂ. എല്ലാം ഭംഗിയായി വരട്ടെ. അല്ലെങ്കിൽ കുറക്കാം. അത് നമ്മളുടെ പരിചരണം പോലെയാണ്. ഞാൻ നോക്കോളാം. നിങ്ങളൊന്ന് കൈ അമ്പലത്തിൽ പോലുണ്ടോ മോൾ? ഇത് കൈ നോക്കാം. തീർത്ഥം വാങ്ങിച്ച്, തുളസി വാങ്ങിച്ച്, ചന്ദനം വാങ്ങിച്ച് ബലത്തിൽ പോലുണ്ടോ? ആദ്യം
ഞാൻ പറയുമ്പോൾ പറയുക, ഉറക്കെ പറയില്ല. അപ്പം ഇനി മോളോട് ആരും ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് മോൾ ഉറക്കെ പറയുക, നിങ്ങൾ മനസ്സിൽ പറയുക. അതെ, ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നിടത്ത് ഈ തുളച്ചി അർപ്പിക്കണം, ഉറക്കെ പറയാം. പറയില്ല. ശ്രീ ശ്രീ മഹാ ഗണപതയെ നമഃ. ആ പിന്നെ ആരാ പറഞ്ഞ് ആദ്യം പറയുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഇങ്ങനെ ഈ വിളക്കിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങ് ഇട്ടോ, ഇവിടുന്ന് ഇട്ടോ. അങ്ങനെ ഒന്നും ശ്രീ മഹാഗണപതയെ നമഃ. ഈ വിളക്കിനെ ഒന്നും കൂടി അങ്ങോട്ട് അങ്ങനെ ഇതുപോലെ രണ്ടായി. അപ്പം ഡോക്ടർമാരെക്കാളും രോഗികളുടെ എണ്ണം 10 മടങ്ങ് കൂടുതലാണ്. അപ്പം ആ രോഗവും കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഈ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ആ ദൈവാധീനം കുറഞ്ഞിട്ടാവുള്ളത്. അതുകൊണ്ട് തന്നെ ആരൂഢത്തിന്റെ 4 ഗുളികൻ മാന്തി കേന്ദ്രഗതോ മൃത്യു കഴിഞ്ഞു പോയതല്ല, ഇനിയും നേരത്തെ പറഞ്ഞില്ലേ ചില പ്രശ്ന മധ്യേ തന്നെ ചില മരണ വാർത്തകൾ കേൾക്കാനുള്ള. കുടുംബത്തിൽ മരണം വന്നാൽ പിന്നെ നമ്മൾ പ്രശ്നം നിർത്തണ്ടേ, ആശൗചായി പോവില്ലേ? സാധ്യതയുണ്ട്. പക്ഷെ ആളിക്കത്തുന്ന തീയുടെ സമീപത്ത് വളരെ ശക്തമായി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. വ്യാഴമുണ്ട്, ഗുളികനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തീ ആളിക്കത്താതെ അതിനണക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം തന്നെ വാർത്ത കേട്ടുവാ. പോയിട്ടൊരു നാളെ രാവിലത്തേക്ക് മൃത്യുഞ്ജയോഗം, ഒരു കൂട്ടുമൃത്യുഞ്ജയോഗം അല്ലെ, വലിയ 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 ഒരാളുണ്ട് തറവാടിന്റെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഒരു കൂട്ടുമൃത്യുഞ്ജയം നടത്തി. നാളെ ഈ പറയുന്ന തരത്തില് നവഗ്രഹ പൂജയൊന്നുമില്ല. ഇന്നത്തെ തുടർച്ചയായിട്ട് നാളെ വന്ന ഉടനെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തുടങ്ങുക. അപ്പോൾ പിന്നെ ഒരു 10:30-11 മണിക്ക് ചായ കുടിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രസാദം കിട്ടത്തക്ക രീതിയിൽ എല്ലാവരും, അതിന്റെ പായസം ഉണ്ടാവും, നെയ്യും ഉണ്ടാവും അല്ലെ, അതെല്ലാവരും ഒരു തൊട്ടിട്ടൊന്ന് വേണം. പറ്റുമെങ്കിൽ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട പരിഹാരം നടത്തുന്നത് വരെ
എന്തെങ്കിലും ഒരു വ്രതത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അതെയാ, ആ കുറെ ആളെ ഫ്രിഡ്ജിലെല്ലാം ഇപ്പവും കാണുന്നുണ്ട് സാധനം. വ്രതം അങ്ങനെ 4 ഗുളികൻ വന്നുവല്ലോ, 4 ഗുളികൻ വരണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തൽക്കാലം പ്രശ്നം കഴിയുന്നവരെങ്കിലും ചെറിയ കുട്ടികളാ 12 വയസ്സിന് താഴെയുള്ളവരെ തൽക്കാലം അവരുടെ മാറ്റി നിർത്തുക. ഭക്ഷണം കഴിക്കണ മുട്ടയുടെ മണം ഉണ്ടെങ്കിലേ കഴിക്കൂന്നല്ല ഉള്ളവരുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല. നമുക്ക് ബുദ്ധി വിവേകം ഉറച്ചവര് തൽക്കാലം കടിച്ചു പിടിച്ച് 2 ദിവസത്തേക്ക് ഇന്ന് നാളെ ഒരു വ്രതത്തിൽ നിൽക്കട്ട്. അപ്പൊ അത് രണ്ടാമത്തെ പരിഹാരം. ഒന്ന് മൃത്യുഞ്ജയ ഹോമം, ഒന്ന് സസ്യാഹാരം ഇന്നും നാളെ. എന്തായാലും നമുക്ക് ഉച്ചക്ക് സസ്യാഹാരം ആയിരിക്കൂലേ. അതെ. പിന്നെ നാളെ വരുമ്പോൾ ഇന്ന് അവരവരുടെ ഭവനത്തിൽ നിന്ന് സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ഒരു യഥാശക്തി സംഖ്യ തല ഒഴിഞ്ഞ് ഒരു കടലാസിലോ തുണിയിലോ പൊതിഞ്ഞ് നാളെ വരുമ്പിങ്ങ് കൊണ്ടുവരിക. നാളെ ഏകദേശം ഉച്ചക്ക് നമ്മൾ ഒഴിപാടുണ്ടാവുമല്ലോ, പരിഹാരം നിർദ്ദേശിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ നമ്മുടെ കൈകൊണ്ട് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കും. അത്ര വരെ അത് കയ്യിലോ പോക്കറ്റ്. ഗൃഹേ പരേഷാംഗമനഞ്ച വർജയത് ഗൃഹേഷു രാജാ വിഷമസ്ഥിതേഷു ച. ആരോ വലിയൊരു കേസിലും കൂടി കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം. 4 സൂര്യനാണ്, സൂര്യൻ രാജഗ്രഹകാരകനാണ്. അപ്പോൾ ചെയ്യാതെ ചെയ്തു, പറയാതെ പറഞ്ഞു, ആരോപണങ്ങളൊക്കെ